സഭയെന്നാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമാണല്ലോ. ഈ കെട്ടിടത്തെ അല്ലല്ലോ, ഇതിനുള്ളിൽ ആരാധിക്കുന്നവരെയാണല്ലോ സഭ എന്ന് വിളിക്കുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയ ആ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഓരോ വ്യക്തികളുടെയും അവരുടെ കൂട്ടായ്മയുടെയും ദൗത്യമാണെന്ന് അങ്ങ് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ പുതിയ കാലത്തിന്റെ വിദ്യാഭ്യാസം അതെങ്ങനെയാണ് നൽകേണ്ടതെന്നും അതിനെത്ര ധൈര്യം ഉണ്ടാകണമെന്നും അതിനെത്ര വിശുദ്ധി ബോധം ഉണ്ടായിരിക്കണമെന്നുമൊക്കെ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കാനിരിക്കുന്ന ഈ സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കടത്തിവിട്ട് കർത്താവേ, നിന്റെ സന്നിധിയിൽ ഒരു നിർണയത്തോടെ, ഒരു ഉറപ്പോടെ ചില വ്യക്തി ജീവിതങ്ങളെ ചൊല്ലി സ്തോത്രം ചെയ്ത് വചനത്തെ ചൊല്ലി നന്ദി കരേറ്റി മടങ്ങുവാൻ ഇന്നത്തെ ധ്യാനം മുഖാന്തരമാകണമേ. സഭയുടെ വിദ്യാഭ്യാസ ദൗത്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസം അടിയന്റെ ബുദ്ധിയേക്കാൾ അങ്ങയുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ പഞ്ചാംഗ പ്രകാരം ആണ്ടിൽ 2 ദിവസം വിദ്യാഭ്യാസത്തിന്റെ നിലപാടുകളെയും വിദ്യാഭ്യാസത്തിന്റെ പ്രക്രിയകളെയും അതിലൂടെ പ്രയോജനം വരുന്ന വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരെയും ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും വേർതിരിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ് ഈ സെപ്റ്റംബർ മാസം 14-ാം തീയതി. ഇന്ന് ഞാൻ ആ വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 2-3 ദിവസങ്ങളിൽ എൻ്റെ കണ്ണിന് മുന്നിലൂടെ, എൻ്റെ മനസ്സിലൂടെയൊക്കെ ഒരു പ്രത്യേക സംഭവത്തെ ചൊല്ലി കടന്നുപോയതായ ചില ചോദ്യങ്ങള്, ചില വ്യഥകള്, അത് മനസ്സിലിങ്ങനെ തിങ്ങി തളം കെട്ടി നിൽക്കുമ്പോൾ ഇന്നത്തെ വചനവേദഭാഗങ്ങൾ തുറന്നു വായിക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വളരെ പ്രത്യേകമായ ഒരു കാര്യം സംസാരിക്കുവാൻ നീ എന്നെ വേർതിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നാൽ ഞാൻ എപ്പോഴും ആ ആഴ്ചയിലെ വേദഭാഗം വെച്ച് മാത്രം വചനം വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നും അതെപ്പോഴും അവിടുന്ന് എനിക്ക് തരാറുണ്ടെന്നും ഞാൻ അറിയുന്നു എന്ന് ദൈവസന്നിധിയിൽ മനസ്സിൽ ഉച്ചരിച്ചു. എന്നിട്ട് വചനം തുറന്നു വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എൻ്റെ അത്ഭുതം എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ ഞാൻ ഏതൊരു ചിത്രമാണോ എൻ്റെ ജനത്തിന്റെ മുമ്പിൽ ഇന്ന് വരച്ചിടണമെന്ന് ആഗ്രഹിച്ചത്, അതിന് സമാനമായിട്ട് ഇന്നത്തെ 4 വേദഭാഗങ്ങളും ദൈവം അളന്ന് വേർതിരിച്ച് എനിക്കായിട്ട് തന്നിരിക്കുന്നു. ഞാൻ എനിക്കായിട്ടെന്ന് പറയുക തന്നെ ചെയ്യും. ഇതെല്ലാവർക്കുമുള്ള വചനമാണ്, എല്ലാവർക്കുമുള്ള വേദഭാഗമാണ്. എന്നാൽ ദൈവം അതിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് ജ്ഞാനം തന്നതിലേക്ക് നോക്കുവാൻ എൻ്റെ കണ്ണുകൾക്കും മനസ്സിനും ബുദ്ധിക്കും കൂർമ്മത നൽകുമ്പോൾ അത് എനിക്ക് വേണ്ടിയുള്ള ദൈവവചനമാണ്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു. ആ വചനത്തില് നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആരംഭിക്കും. ഇന്ന് വാക്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഈ വാക്യങ്ങളിലൂടെ എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച ഒരു ചിത്രം നിങ്ങൾ മറക്കരുത്. ഞാൻ ആദ്യമേ നിങ്ങളോട് അപേക്ഷിക്കുക, ഈ ചിത്രം നിങ്ങൾ മറക്കരുത്. ഇത് വചനത്തിലെ ഒരു ചിത്രമാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. എന്നിട്ട് ഞാനതൊരു സമകാലീന ക്യാൻവാസിലേക്ക് മാറ്റി വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാലത്തെ ഗ്രഹിക്കാനുള്ള കൃപ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. സമയം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് നേരിട്ട് വചനത്തിലേക്ക് വരിക.
ഇന്ന് വായിച്ച വേദഭാഗങ്ങളല്ലാതെ ഒരു വാക്യം പോലും ബൈബിളിൽ നിന്ന് ഞാൻ ഇന്ന് എടുക്കില്ല. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം മുതലാണല്ലോ വായിച്ചു തുടങ്ങിയത്. അവിടെ വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നതിനെ കുറിച്ച് എഴുതുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ പള്ളിയുടെ അങ്കണത്തിൽ ഒരു വിശാല സ്ഥലത്ത് വന്നു. നമുക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ വചനം പറയുന്നത് വചനം കേൾക്കാനും കേൾപ്പിക്കാനും സംവാദത്തിനും ചർച്ചയ്ക്കുമൊക്കെ ആയിട്ട് കാലങ്ങളായിട്ട് വചനത്തിന്റെ ദാരിദ്ര്യം അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ പോയ ജനത്തെ, തലയെടുപ്പുള്ള ഹൃദയ നിർണയമുള്ള ചിലര് മാത്രം, എല്ലാവരും ഇല്ല, നേതൃത്വത്തിനായിട്ട് എഴുന്നേറ്റ് വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ടു വന്നു. അപ്പൊ 8-ന്റെ 1-ാമത്തെ വാക്യം മനസ്സിലിരിക്കട്ടെ. പീപ്പിൾ അസംബിൾഡ് ടുഗദർ വിത്ത് എ യൂണിഫൈഡ് പർപ്പസ് ആസ് വൺ മാൻ അറ്റ് ദ സ്ക്വയർ. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ക്വയറുകൾ വളരെ പ്രധാനമാണ്. അവർ സ്ക്വയറുകളിൽ, ചത്വരങ്ങളിൽ കൂടാറുണ്ട്. അവർ ചിലത് സംസാരിക്കാനും ചിലത് കേൾക്കാനുമായിട്ട്. എന്നാൽ എല്ലാ ചത്വരങ്ങളുടെയും കൂട്ടങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യനുണ്ടാവും. ആ മനുഷ്യനെ കേൾക്കുന്നതിനും ആ മനുഷ്യനോട് സംസാരിക്കുന്നതിനുമാണ് അവർ ചത്വരങ്ങളിൽ കൂടി വരുന്നത്. ഇവിടെ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാ പഴയ നിയമകാലത്ത് ജനമെല്ലാം വിശാല സ്ഥലത്ത് ഒരു ചത്വരത്തിൽ they assembled together with a unified purpose. അത് വളരെ പ്രത്യേകതയാണ്. ഒരു കാര്യത്തിന് വേണ്ടിയാ, പല കാര്യത്തിനല്ല. ചന്തയിലെ കച്ചവടത്തിന് എന്ന പോലെയല്ല അവർ വരുന്നത്. അവർ ഒരുമിച്ച് കൂടുന്നതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവരുടെ കണ്ണുകൾ ഒരു മനുഷ്യനിലാണ്, അവർ കേൾക്കുന്നത് ഒരു മനുഷ്യനെയാണ്, അവർ സംസാരിക്കുന്നത് ഒരു മനുഷ്യനോടാണ്. മുന്നോട്ട് പോവുകയാണ്. 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവിടെയുള്ള ടീച്ചർ, ആ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യായശാസ്ത്രി എന്നതിന്റെ ശരിയായ പരിഭാഷ ടീച്ചർ എന്നാണ്. ഇന്ന് അധ്യാപകനെയും വിദ്യാർത്ഥിയും ഓർക്കുന്ന ദിവസമാണ്. ടീച്ചർ, ആ ടീച്ചർ ഒരു പ്രസംഗ പീഠത്തിൽ കയറി നിന്നു. മാത്രമല്ല, പീപ്പിൾ ലിസൺഡ് ക്ലോസ്ലി ആൻഡ് ദ ടീച്ചർ സ്പോക്ക് അലൗഡ്. ടീച്ചർ സ്റ്റുഡ് ഓൺ എ പ്ലാറ്റ്ഫോം. ഒരു ഉയർന്ന പീഠത്തിൽ, എല്ലാവർക്കും കാണാവുന്ന ഒരു പീഠം, പ്രത്യേകതയൊന്നുമില്ല, ഒരു ഉയർത്തിക്കെട്ടിയ പീഠത്തിൽ ഒരു സ്പീക്കർ ഇരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു. അന്നത്തെ കാലം അനുസരിച്ച് നിൽക്കുകയാണല്ലോ. മണിക്കൂറുകളോളം സംസാരിക്കുമ്പോൾ ഇരിക്കേണ്ടി വരും. നിൽക്കുകയാണ് പ്രസംഗ പീഠത്തിൽ. 8-ന്റെ 4-ാം വാക്യത്തിൽ തന്നെ ചുറ്റും പ്രത്യേകിച്ച് അസൈൻ ചെയ്ത ആളുകൾ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ഒരു സമകാലീന ക്യാൻവാസിലേക്ക് എടുക്കുക, പറഞ്ഞതൊന്നും മറന്നു പോകരുത്. ഒരു സ്ക്വയറില് അല്ലെങ്കിൽ ഒരു ക്യാമ്പസില് അനേക ആളുകൾ ഒരാളെ കാണാൻ തടിച്ചുകൂടുന്നു. ആ ആള് ദൈവനാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. ആ ആള് വചനത്തെ വ്യാഖ്യാനിക്കുന്നു. ആ ആള് ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ഭംഗി വരുത്തേണ്ടതിന്, സൗകര്യം വരുത്തേണ്ടതിന് കുറെ പേര്, വിരലിലെണ്ണാവുന്നവർ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. എന്നാൽ വന്നുകൂടിയിരിക്കുന്ന ജനം വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ, വ്യത്യസ്ത മനസ്ഥിതിയുള്ളവർ. എന്നാൽ അവരെല്ലാം ഒരേ ചിന്തയിലേക്ക് കൊണ്ടുവരാനുള്ള ആ വലിയ ദൗത്യം ഈ മനുഷ്യനിൽ മാത്രം നിക്ഷിപ്തമാണ്. നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. 8-ന്റെ 5-ാമത്തെ വാക്യം. അവൻ സകല ജനത്തിനും മീതെ ആയിരുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിക്കാം. നമ്മൾ നോക്കുമ്പോൾ അങ്ങ് പൊങ്ങി എങ്ങോ നിൽക്കുകയല്ല. ഇൻ ഫുൾ വ്യൂ ഓഫ് ഓൾ ദ പീപ്പിൾ. ഈ ടീച്ചർ, ഈ പഠിപ്പിക്കുന്നവൻ, ഇൻ ഫുൾ വ്യൂ ഓഫ് ഓൾ ദ പീപ്പിൾ, എല്ലാവർക്കും കാണാവുന്ന സ്ഥലത്താണ് നിന്നത്. എന്നിട്ട് അദ്ദേഹം എന്താ പ്രത്യേകമായിട്ട് ചെയ്തെന്നറിയാമോ? 8-ന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്, മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. He praised the Lord and the people accompanied with Amen. അവൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ജനം ആമേൻ, യെസ് യെസ്, ആമേൻ എന്ന് പറഞ്ഞാൽ ആമേൻ തന്നെ പറയണമെന്നില്ല, നീ പറയുന്നത് ശരിയാണെന്ന് തലകുലുക്കിക്കൊണ്ട്, അവർ ആർപ്പിട്ടുകൊണ്ട്, അവർ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ ചുറ്റും ആവേശത്തോടെ നിന്നു. എന്താ അവൻ ചെയ്തുകൊണ്ടിരുന്നത്? അതും 8-ന്റെ 7-ാമത്തെ വാക്യത്തിലുണ്ട്. വചനത്തിന്റെ പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. 8-ന്റെ 7-ാമത്തെ വാക്യത്തിൽ എല്ലാവരും കാണത്തക്കവണ്ണം നിൽക്കുന്ന
ഈ ടീച്ചർ എന്താണ് ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. മേക്കിംഗ് ഇറ്റ് ക്ലിയർ ആൻഡ് ഗിവിംഗ് ദ മീനിങ്. ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുള് തിരിച്ചു കൊടുത്തു. ഒരു ക്രിസ്തീയ മേഖലയിൽ ഒരുത്തൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ, അവൻ പഠിപ്പിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ, അവനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവനൊരു ദൗത്യമേ ഉള്ളൂ: വചനത്തെ പൊരുൾ തിരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഞാൻ നേരെ സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. ഒരു മാറ്റവുമില്ല. ഇന്നൊരു തുടർ ചലനമാണ്. പഴയ നിയമത്തിന്റെ തുടർ ചലനം നമുക്ക് സങ്കീർത്തനത്തിൽ കാണാം. 119 സങ്കീർത്തനം 42 വാക്യം. പ്രൈസ് ദ ലോർഡ് ഫോർ ദാറ്റ് വേഴ്സ്. വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നിന്ദിക്കുന്നവരോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. വചനം പ്രസംഗിക്കുന്നവനെ നിന്ദിക്കുന്നുണ്ടോ? ഉണ്ട്, എത്രയധികമാണ്. സത്യവചനം പ്രസംഗിക്കുന്ന, സത്യത്തിൽ നിൽക്കുന്ന, അതിൽ വെള്ളം കലർത്താത്ത, എനിക്ക് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടെന്ന് പറയുന്ന, ആൻഡ് പ്രീച്ച് ബോൾഡ്ലി, അവനെ ലോകം വെച്ചോണ്ടിരിക്കയില്ല. വചനത്തിൽ 119:42 പറയുന്നു, I have an answer for him who reproached me because I trust in your word. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ റിപ്രോച്ച് ചെയ്യുന്ന, എന്നെ ടോണ്ട് ചെയ്യുന്ന, എന്നെ നിന്ദിക്കുന്നവരോട് എനിക്ക് ഉത്തരം പറയാൻ കഴിയും. നിങ്ങൾ വചനവുമായി ഏത് സ്ക്വയറിൽ നിന്നാലും, നിങ്ങൾ വചനവുമായി ഈ തലമുറയുടെ മുന്നിൽ നിന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിന്ദയായിരിക്കും. പക്ഷെ ആ നിന്ന കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള മനുഷ്യനും ആ പ്രസംഗിക്കുന്നവനായിരിക്കും. സങ്കീർത്തനം 119:43, Psalm 119:43. സത്യത്തിന്റെ വചനം എന്റെ നാവിൽ നിന്ന് നീക്കിക്കളയരുത്. നിന്ദയുണ്ടാകുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞു പോകും. മനുഷ്യൻ പഴിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ എന്തിനാണ് ഈ 2000 വർഷം മുൻപിലുള്ള യേശുവിനെ കുറിച്ച്, 6000 വർഷങ്ങൾക്ക് മുമ്പിലുള്ള ദൈവപ്രവൃത്തിയുടെ പഴയ നിയമത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ നിന്ദിക്കപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരാണ് അനേകര്. എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു, നെവർ ടേക്ക് യുവർ വേർഡ് ഓഫ് ട്രൂത്ത് ഫ്രം മൈ മൗത്ത്. എന്റെ വായിൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്ന ഈ സത്യത്തെ ഒരിക്കലും എന്റെ നാവിൽ നിന്ന് എടുത്തു കളയരുതേ. I will obey the law ever and ever. ഞാൻ നിന്ദിക്കപ്പെട്ടോട്ടെ, ഞാൻ ദുഷിക്കപ്പെട്ടോട്ടെ, എന്നോട് ഹൂ ആർ യു എന്ന് ചോദിച്ചോട്ടെ, എന്നെ കവോഡ് എന്ന് വിളിച്ചോട്ടെ, പക്ഷേ ഞാൻ നിന്റെ വചനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ വായിൽ നിന്ന് നിന്റെ വചനം മാറ്റിക്കളയരുതേ. എന്നിട്ട് ആ വ്യക്തി അവനെ കുറിച്ച് പറയുക, അതെ, സമൂഹ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവന് നിന്ദയുണ്ട്, സമൂഹം അവനെ പഴിക്കുന്നുണ്ട്, അവൻ വചനം പ്രസംഗിക്കുന്നതിന്റെ പേരിൽ അവനെ അപമാനിക്കുന്നുണ്ട്. എന്നാൽ 119:45 Psalm 119:45 പറയുന്നു, ഞാൻ വിശാലതയിൽ നടക്കും. I will walk in freedom. ആ വാക്കിന് ഇന്ന് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ ഇന്നൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ നെഞ്ചിൽ ഒരു വെള്ള ടീഷർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീഡം. ഞാൻ ആ മനുഷ്യനെ കുറിച്ച് പറയാൻ പോകുന്നേ ഉള്ളൂ. അവന്റെ നെഞ്ചില് ഒരു വെളുത്ത ടീഷർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീഡം. ഈ വചനം ഞാൻ വായിക്കുകയാണ്. എത്ര കൃത്യമായി ചേർന്ന് വരുന്നു. ഞാൻ വിശാലതയിൽ നടക്കും. I will walk in freedom. അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ എത്ര നിന്ദിച്ചാലും, നിങ്ങൾ എന്നെ എത്ര ഞെരുക്കാൻ നോക്കിയാലും, ഞാൻ എന്റെ ജീവിതം ഫ്രീഡത്തിലാണ്. 46 വാക്യം അതേ സങ്കീർത്തനം 46 വേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എവിടെ വചനം പറയേണ്ടതാ? ആരും കേൾക്കാനില്ലാത്ത തെരിക്കോണിൽ ആ ഉച്ചഭാഷയുടെ ശബ്ദം കേൾക്കാൻ ആരും നിൽക്കാത്തിടത്തല്ല. കേൾക്കേണ്ടവരും കേൾപ്പിക്കപ്പെടേണ്ടവരും രാജ്യം ഭരിക്കുന്നവരും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നവരുമായ ആളുകളുടെ ചെവിയിൽ വീഴത്തക്കവണ്ണമായിരിക്കണം നിന്റെ പ്രഘോഷണം. അതുകൊണ്ടാണ് 46 വാക്യം പറയുന്നത്, ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുൻപിലും നിന്നെ കുറിച്ച് സംസാരിക്കും. സ്പീക്ക് ടു കിങ്സ്
ഐ വിൽ നോട്ട് ബി അഷെയിംഡ്. രാജാക്കന്മാരോട് സംസാരിക്കുന്നതിൽ എനിക്ക് വലിയ ലക്ഷ്യമാണ്. ഈ ലോകത്തെ, എൻ്റെ രാജ്യത്തെ ക്രിസ്തുവിലേക്ക് വീണ്ടെടുക്കാൻ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അല്ലാതെ ഒരു ലോക്കൽ ചർച്ചിൽ പള്ളിക്കുള്ളിൽ കടന്നു വരുന്നവരുടെ സമയം കവർന്നെടുത്തുകൊണ്ട് അവരോട് ചിലത് പറയാനല്ല. പതിനായിരങ്ങൾ അല്ലെങ്കിൽ ആയിരങ്ങൾ കൂടി നിൽക്കുന്നിടത്ത് യേശുവിനെ കുറിച്ച് ലജ്ജ കൂടാതെ പ്രസംഗിക്കാൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും ഞാനൊരു വിശ്വാസിയാണെന്നും പറയാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയിട്ട് സമകാലീനായ ഒരു വ്യക്തിയെ പറഞ്ഞ് ഞാൻ നിർത്താം. എനിക്കിന്ന് കുറേയേറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും എൻ്റെ സമയം അധികമായി പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും പുസ്തകം തുറന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 24-ാമത്തെ വാക്യം. 4 വാക്യമേ വായിച്ചുള്ളൂ. എനിക്ക് അതിനപ്പുറവും വേണ്ട, ഇപ്പുറവും വേണ്ട. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം മുതലായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത്. അതിനകത്തൊരു വ്യക്തിയെയാണ് കേന്ദ്ര കഥാപാത്രം. ഇതുവരെ ബൈബിളിലെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ പോവുകയാണ്. അതിൽ കൂടെ വേറൊരു വ്യക്തിയിലേക്ക് വരും. ആ വ്യക്തിയുടെ പേര് അപ്പല്ലോസ് എന്നാണ്. നിങ്ങൾക്ക് അവിടെ വായിക്കാൻ മതി. അപ്പല്ലോസിനെ കുറിച്ച് ഇങ്ങനെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: എ ഗിഫ്റ്റഡ് പ്രീച്ചർ ആൻഡ് എ ഹംബിൾ ടീച്ചർ. ഇന്ന് വിദ്യാഭ്യാസത്തെ പ്രകീർത്തിക്കുന്ന, വിദ്യാഭ്യാസ പ്രക്രിയയെ പ്രകീർത്തിക്കുന്ന ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് ഈ അപ്പല്ലോസിനെ കുറിച്ച് ഞാൻ പറയുന്നത് മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയാനും കൂടിയാണ്. അപ്പല്ലോസ് വാസ് എ ഗിഫ്റ്റഡ് പ്രീച്ചർ ആൻഡ് എ ഹംബിൾ ടീച്ചർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗിയും വളരെ താഴ്മയുള്ള ഒരു പഠിപ്പിക്കലുകാരനും, സ്കൂളിലെ അധ്യാപകൻ എന്നുള്ളതല്ല, വചനത്തെ പഠിപ്പിക്കാൻ കഴിയുന്നവനും ആയിരുന്നു. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്: വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരുവൻ. അപ്പല്ലോസ് എ ലേൺഡ് മാൻ. നമുക്ക് അറിവില്ലെങ്കിൽ നമ്മളെ മനുഷ്യർ പരാജയപ്പെടുത്തും. നമ്മൾ ഒരാളോട് സംസാരിച്ചാൽ വിഷയത്തെക്കുറിച്ച് ആഴം ഇല്ലെങ്കിൽ നമ്മൾ പൊളിഞ്ഞു പോകും. അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നു: he was a learned man, eloquent speaker. ഉജ്ജ്വലനായ പ്രസംഗിയായിരുന്നു. he knew scripture well. അവന് വചനം നല്ലപോലെ അറിയാമായിരുന്നു. ഒരു വാക്കുകൂടെ അപ്പല്ലോസിനെ കുറിച്ച് ചേർത്തിട്ടുണ്ട്: കോമ്പിറ്റന്റ്. അവനിങ്ങനെ ഏത് പ്ലാറ്റ്ഫോം കിട്ടിയാലും, ഏത് പള്ളി ചെന്നാലും, ഏത് തെരുക്കോണിൽ നിന്നാലും, ഏത് സ്ക്വയറിൽ നിന്നാലും അപ്പല്ലോസിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 25-ൽ എഴുതിയിരിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 18 വേഴ്സ് 25. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ, ആത്മാവിൽ എരിവുള്ളവനാകയാൽ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. Instructed in the way of the Lord, being fervent in spirit, spoke and taught accurately. എനിക്ക് ഇന്ന് ഈ അപ്പല്ലോസിനെ വേണം. മറന്നു പോകരുത് ഈ അപ്പല്ലോസിനെ. ഞാൻ ഇന്ന് വചനം തന്നെ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ബുദ്ധിയിൽ അത് ചേർന്ന് വരുമോ എന്ന കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നു. എങ്കിലും ഞാൻ കുണ്ഠിതപ്പെടുന്നില്ല ഇന്നത് പറയുന്നതിൽ. അപ്പല്ലോസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ചേർത്ത് പിടിക്കുക. എ ലേൺഡ് മാൻ, സാമർഥ്യമുള്ളവൻ, വാഗ്വൈഭവമുള്ളവൻ. അവനെ പറഞ്ഞ് പറ്റിക്കാനും പറഞ്ഞ് പരാജയപ്പെടുത്താനും ആർക്കും കഴിയില്ല. ദൈവത്തിന്റെ വഴിയിൽ ഉപദേശിക്കപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ, വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് വസ്തുതകൾ പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവൻ. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. യേശു തന്നെ തിരുവെഴുത്തുകൾ എന്ന് യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്നവരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഹി സ്പോക്ക് ബോൾഡ്ലി. എവിടെ ഈ ശുശ്രൂഷ ഇന്ന്? നമ്മൾ പറയുന്നു സഭ തളർന്നു പോകുന്നു, നമ്മൾ പറയുന്നു പള്ളികൾ അടഞ്ഞു പോകുന്നു, നമ്മൾ പറയുന്നു യേശുവിനെ കുറിച്ച് ലോകം കേൾക്കുന്നില്ല. ആരാണ് കാരണക്കാർ?
അപ്പല്ലോസിനെ കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചിരിക്കുക. നിങ്ങൾ എന്നാ വിചാരിക്കുന്നു? അപ്പല്ലോസ് അന്നത്തെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നോ? അപ്പല്ലോസിനോട് ആർക്കും ദേഷ്യമില്ലാതിരുന്നോ? കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പല്ലോസിനെ കുറിച്ച് കുറച്ചേ എഴുതിയിട്ടുള്ളൂ, പക്ഷെ വായിച്ചു നോക്കണം. അപ്പല്ലോസിന്റെ പ്രസംഗത്തിന്റെ പ്രാഗൽഭ്യം കണ്ട് പ്രിസ്കില്ലയും അക്വിലയും കൂട്ടിക്കൊണ്ടുപോയി. പ്രിസ്കില്ലയും അവരുടെ ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇവന്റെ പ്രസംഗത്തിന്റെ തെളിമ കണ്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ പ്രസംഗത്തെ മോർ പെർഫെക്റ്റ് ആക്കി. They have taken him to their home and made it perfect. അവന്റെ ശുശ്രൂഷയ്ക്ക് കുറച്ചുകൂടെ പെർഫെക്ഷൻ കൊടുത്തു. Then he spoke bravely. അവൻ ബോൾഡായിട്ട് സംസാരിച്ചു, അവൻ ബ്രേവ് ആയിട്ട് സംസാരിച്ചു, അവൻ ക്ലിയർ ആയിട്ട് സംസാരിച്ചു, അവൻ ആക്യുറേറ്റ് ആയിട്ട് സംസാരിച്ചു. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാചകം ഞാൻ വായിക്കുകയാണ്. An influential preacher but also a source of division. അപ്പല്ലോസിനെ കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞതാ. അവന് ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു പ്രസംഗകനാ. പക്ഷേ കൊരിന്തുകാർ പറഞ്ഞു ഇവനെ വിഘടനം ഉണ്ടാക്കുന്നതാണ്. പ്രശ്നം അറിയണം. കൊരിന്ത് സഭയിൽ ദൈവവചനത്തിനും ദൈവത്തിന്റെ മനസ്സിനും വിരുദ്ധമായ ജീവിതവും ജീവിതശൈലിയും പുലർത്തിയിരുന്ന അന്നത്തെ ഏറ്റവും പവറുള്ള ജനസമൂഹം അപ്പല്ലോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ശക്തമായി പ്രസംഗിച്ചപ്പോൾ അവരുടെ ജീവിത രീതിക്ക് മാറ്റം വരുത്തണം, അവരുടെ നിലപാടുകൾക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പരത്തി ഇവൻ വിഘടനം ഉണ്ടാക്കുന്നവനാണ്. ഹി മേക്സ് ഡിവിഷൻ. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്, അവൻ ഡിവിഷൻ ഉണ്ടാക്കുന്നവനാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ഏത് കാലത്ത് ആര് സത്യസുവിശേഷത്തിന് വേണ്ടി നിന്നാലും അവനെ ഏറ്റവും വലിയ വിഘടനവാദി എന്ന ആ കാലം വിളിച്ചിട്ടുണ്ട്. എന്തിന്? ക്രിസ്തു തന്നെ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കിയപ്പോൾ യഹൂദന്മാര് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഘടനവാദിയുണ്ട്, ബറബാസിനെ ഞങ്ങൾക്ക് തന്നിട്ട് അവനെ കൊല്ല. നിങ്ങൾ ഓർക്ക, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അപ്പല്ലോസ് a source of division? He dealt factional division within the Corinthian church. ഞാൻ വായിക്കാൻ, എന്ത് ഡിവിഷനാ അപ്പല്ലോസ് ഉണ്ടാക്കിയെന്ന് വായിച്ചപ്പോൾ അവിടെ എഴുതി കൊരിന്ത് സഭയിലുള്ള ചില ഡിവിഷൻസ് അവൻ മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവനെ അവർ വിളിച്ചു നീ മുറിക്കുന്നവനും മുറിവേൽപ്പിക്കുന്നവനുമാണ്. എന്തിനാ ശ്രമിച്ചത്? ദൈവവചനത്തിലേക്ക് ഈ നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവനെ വിളിച്ചു ഫാസിസ്റ്റ്, അവനെ വിളിച്ചു ദൈവമില്ലാത്തവൻ, അവനെ വിളിച്ചു പൗലോസിന് വിരുദ്ധനായവൻ, അവനെ വിളിച്ചു പത്രോസിന് വിരുദ്ധനായവൻ. അതുകൊണ്ടാ പൗലോസ് ക്ലാരിഫിക്കേഷൻ കൊടുത്തത്. പൗലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല. അപ്പല്ലോസ് ഡിവിഷൻ ഉണ്ടാക്കിയിട്ടല്ല, പിന്നെയോ ഈ ജീവിതവും കൊണ്ട് കർത്താവിന്റെ അടുക്കെ ചെല്ലുകയാണെന്ന് പ്രസംഗിച്ചപ്പോൾ അവനെ മുദ്രകുത്തി ഫാസിസ്റ്റ്. അപ്പല്ലോസിനെ, അപ്പല്ലോസ് വാസ് കൺസേൺഡ് അബൌട്ട് ദ ഫാക്ഷനിസം, അവരുടെ ഇടയിലെ വിഘടനവാദം. ഞാൻ പറയത്തില്ല, നമ്മുടെ പള്ളിയിൽ പല ഗ്രൂപ്പാ. കൊരിന്ത് സഭയുടെ ഗ്രൂപ്പിസത്തെ വചനത്താൽ നേരിട്ടപ്പോൾ അവനെ അവർ വിളിച്ചു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവൻ. ഞാൻ ഇന്നൊരു മനുഷ്യനെ കുറിച്ചുകൂടെ പറയാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പേര് ചാൾസ് കിർക്ക് എന്ന്. ചാൾസ് KIRK. അപ്പല്ലോസ് അന്നത്തെ വിഘടനവാദത്തിനെതിരായിട്ടാണ് നിന്നത്. ചാൾസ് വാസ് കൺസേൺഡ് അബൌട്ട് ദ വോക്കിസം, ആർഗ്യൂഡ് ഫോർ ക്രിസ്ത്യൻ നാഷണാലിസം. ക്രിസ്തീയ ജനം ഡിനോമിനേഷണൽ ഫെൻസിങ് കൂടാതെ, അതിരുകൾ കൂടാതെ ഒരുമിച്ച് വരണമെന്ന് ആഗ്രഹിച്ച 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അമേരിക്കൻ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ഒരു മീഡിയ പേഴ്സണാലിറ്റി ആയിരുന്നു.
31-ാം വയസ്സിൽ ഒരു വെള്ള ബനിയനിട്ട് നെഞ്ചത്ത് ഫ്രീഡം എന്ന് എഴുതിക്കൊണ്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ മധ്യത്തിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാഞ്ഞു വന്ന ഒരൊറ്റ വെടിയുണ്ട അവന്റെ കഴുത്തിലൂടെ കയറി അവന്റെ തലച്ചോറിലേക്കുള്ള പ്രധാനപ്പെട്ട രക്തധമനിയെ രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് നമ്മുടെ ടാങ്ക് ഒക്കെ നിറയുമ്പോൾ എങ്ങനെയാണോ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് എന്ന പോലെ ഒരു സെക്കൻഡിന്റെ 100-ലൊരംശം കൊണ്ട് തന്റെ തലച്ചോറ് പോലും വേദന അറിയാതെ മുഴുവൻ രക്തവും പുറത്തേക്ക് ഊറിപ്പോയിട്ട് ഈ സെപ്റ്റംബർ 10-ാം തീയതി മരിച്ചു. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വിളിച്ചു പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന അമേരിക്കൻ യുവതയ്ക്കു വേണ്ടി അവനൊരു സംഘടന ഉണ്ടാക്കി. അതിന്റെ പേരാണ് ടേണിംഗ് പോയിന്റ് USA. അവൻ അച്ഛന്മാരെയും പാസ്റ്റർമാരെയും ചേർത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ല ഈ കാലത്ത് സുവിശേഷം പറയേണ്ടത്. ഈ ജനത്തിന് മാത്രമല്ല മനംതിരിവ് ആവശ്യമുള്ളത്. നിങ്ങൾ ഇന്ന് ജീർണിച്ചു പോകുന്ന പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നെന്ന് വരുത്തിക്കൊണ്ട് ശമ്പളം മേടിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും എല്ലാ ബിഷപ്പന്മാർക്കും ഒരു തിരിച്ചുവരവ് ആവശ്യമാണെന്ന് പറഞ്ഞ് അവൻ ടേണിംഗ് പോയിന്റ് ഫെയ്ത്ത് 2012 ഉണ്ടാക്കി. ടേണിംഗ് പോയിന്റ് ആക്ഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇറങ്ങിച്ചെന്ന് കല്ലെറിയുന്ന, തുപ്പുന്ന, തലയിലെ തൊപ്പി തട്ടിക്കളയുന്ന അമേരിക്കൻ യുവത്വത്തിന്റെ മധ്യത്തിലേക്ക് പോയി അദ്ദേഹം ഇരുന്നു. കൗൺസിൽ ഫോർ നാഷണൽ പോളിസിയുടെ മെമ്പറായി അദ്ദേഹം 31 വയസ്സിനിടയിൽ ഉയർത്തപ്പെട്ടു. വെറും 2012 മുതൽ 2025 വരെ 13 വർഷം മാത്രം പൊതുമധ്യത്തിൽ പ്രവർത്തിച്ച ഒരുത്തൻ 3.5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നെഞ്ചു കുത്തിത്തൊളച്ച് ആ രക്തവും വെള്ളവും ഊറ്റിയെടുത്ത ലോകമാണെങ്കിൽ 31-ാമത്തെ വയസ്സിൽ ഇവന്റെ കഴുത്തിലെ രക്തധമനി കുത്തിത്തൊളച്ച് അവന്റെ രക്തം മുഴുവൻ ഒഴുക്കിയതിൽ ഞാൻ മറ്റൊന്നും കാണുന്നില്ല. 31 വർഷത്തിൽ 13 വർഷം വെടിപ്പോടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയല്ലോ. അമേരിക്കയിൽ എല്ലാവരുടെയും കയ്യിൽ വെച്ചിരിക്കുന്ന തോക്കിനെതിരെ അവൻ വാദിച്ചു. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ ഒരാൾക്കും അവകാശമില്ലെന്ന് അവൻ വാദിച്ചു. LGBTQ ആ ഇഷ്യൂ കോമൺ ഹ്യൂമാനിറ്റി അല്ല, അത് സെപ്പറേറ്റ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, സാമൂഹിക പ്രശ്നമാണെന്ന് അവൻ പറഞ്ഞു. നേഷൻ വൈഡ് ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിലും യേശു ക്രിസ്തുവിലും പൂർണ്ണമായിട്ട് ആശ്രയിക്കണം എന്ന് പറഞ്ഞു. (2010 മുതൽ 2025 വരെ ഒരു റേഡിയോ ഷോ അവൻ നടത്തിയിരുന്നു. അവൻ ആ റേഡിയോ ഷോയ്ക്ക് അവൻ ദി ആൻസർ എന്ന വിളിപ്പേര് പറഞ്ഞത്. നിങ്ങൾ ഇന്ന് കേട്ടല്ലോ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ജനത്തിന്റെ മധ്യത്തിലിരുന്ന് തിരുവെഴുത്തുകളുടെ ഏത് കോണിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മനസ്സിലാക്കും. ഇന്നില്ല ക്രിസ്തീയ മേഖലയിൽ എ പെർഫെക്റ്റ് അപ്പോളജിസ്റ്റ് who answered all the perverted and foolish questions of the students in all American campuses. നിങ്ങൾ വല്ലപ്പോഴും അതൊന്ന് നിങ്ങളുടെ പേജ് തുറന്നൊന്ന് കാണണം. ഇത്രമാത്രം ഹ്യൂമിലിയേഷൻ, ഇത്രമാത്രം തുപ്പൽ, ഇത്രമാത്രം ഹൂ ആർ യു എന്നുള്ള ചോദ്യം നേരിട്ടുകൊണ്ട് അക്ഷോഭ്യനായി ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ദി ആൻസർ എന്നായിരുന്നു ചാൾസ് കിർക്ക് ഷോയുടെ പ്രധാന പേര്. 7,50,000 പേരാണ് ഒരു ദിവസം അവന്റെ സംഭാഷണം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്തിലെ 21ാമത്തെ ഏറ്റവും പ്രസിദ്ധമായ പോഡ്കാസ്റ്റ്. ഈ ലൈവ് ക്യാമ്പസിൽ നടത്തിയപ്പോൾ അവൻ അടുത്ത പടിയിലേക്ക് കടന്നു. അനേകർ ചോദിക്കുന്ന ചോദ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഓരോ ക്യാമ്പസിലെയും ഓരോ വിദ്യാർത്ഥിക്കും ക്രിസ്തീയ ആഴത്തിൽ നിന്ന് മറുപടി കൊടുത്തപ്പോൾ അവൻ അതിനെ ടേണിംഗ് പോയിന്റ് ലൈവ് ആക്കി. 3 മണിക്കൂറിന്റെ ഷോ. ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക. അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രൂവ് മീ റോങ്. നിനക്ക് എന്റെ പബ്ലിക് ലൈഫിലേക്ക് നോക്കാം, നിനക്ക് എന്റെ പ്രൈവറ്റ് ലൈഫിലേക്ക് നോക്കാം. ഞാൻ എവിടെയെങ്കിലും റോങ് ആണെങ്കിൽ
ഇരുട്ടിലോ വെളിച്ചത്തിലോ നിനക്ക് പ്രൂവ് ചെയ്യാൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എത്ര അച്ഛന്മാർക്ക് ഇത് പറയാൻ കഴിയും? എന്തു വീഴ്ചയാണ് ആത്മീയ മേഖലയുടെ തലപ്പത്തിരിക്കുന്നവർക്ക്. ഒരു 31 വയസ്സുകാരൻ പറയുകയാണ്, ഐ ഹാവ് ദ ആൻസർ. രണ്ടാമത് അവൻ പറയുകയാണ്, പ്രൂവ് മീ റോങ്. അവൻ വലിയ ബാനർ കെട്ടി എഴുതി വെച്ചു. അതിന്റെ കീഴിൽ ഒരു മൈക്കുമായി മാത്രം ഇരുന്നു. അവന് പരിശോധിക്കാൻ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല, അവന്റെ മനസ്സിലായിരുന്നു പുസ്തകങ്ങൾ. ബൈബിൾ തുറന്ന് വായിച്ചുകൊണ്ടല്ല അവൻ വാക്യങ്ങൾ പറഞ്ഞിരുന്നത്, അവന്റെ ഉള്ളിൽ നിന്നായിരുന്നു. അവന്റെ തലയ്ക്ക് മേളിൽ എഴുതി വെച്ചു, പ്രൂവ് മീ റോങ്. അനേക യൗവനക്കാർ വന്ന് അവന്റെ മുന്നിൽ നിന്നു. അവനെ വീഴ്ത്താൻ നോക്കി, അവനെ നിന്ദിച്ചു, അവനെ തകർക്കാൻ നോക്കി. അവൻ ആൻസർ ഇല്ലാത്ത ഒരു ചോദ്യത്തിന് വേണ്ടി അവർ പരതി. എല്ലാവരും കോപാകുലരായി മടങ്ങി. എന്നാൽ ഞാൻ ഓർത്തില്ല, ആ കോപം 31 വയസ്സിൽ അവന്റെ ജീവൻ എടുത്തു കളയുന്നു. ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തോക്കെടുത്തു. അവൻ ജനറേഷൻ സിയെ വെച്ചു മുന്നില്. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഈ പ്രായമുള്ള കുഞ്ഞുങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഭാര്യ തെരുവിൽ മരിച്ചു കിടന്നു. മന്ത്രിമാരെല്ലാം അഴുക്കുചാലിലേക്ക് എടുത്തിയാടി. രായ്ക്ക് രാമാനം പ്രധാനമന്ത്രി ഓടി രക്ഷപ്പെട്ടു. അവരുടെ വീടുകൾ മുഴുവൻ തീയിട്ടു. നമുക്കറിയത്തില്ല ജനറേഷൻ സിയുടെ ശക്തി. ഒരു രാജ്യത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന ശക്തി. ജനറേഷൻ ഇസഡ് എന്ന് എഴുതുന്നത് ജനറേഷൻ സി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ജനറേഷൻ ഇസഡ് എന്നോ നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞ് പഠിച്ചുപോയി. ജനറേഷൻ സി അവർക്കുണ്ട്. ഈ ചെറുപ്പക്കാരൻ അത് മനസ്സിലാക്കി. അമേരിക്കയിലെ ഈ ചെറു തലമുറയെ ദൈവമുള്ളവരാക്കിയില്ലെങ്കിൽ അമേരിക്കയെ തന്നെ അവർ മറിച്ചിടും. അദ്ദേഹം ക്യാമ്പസുകളിലേക്ക് പോയി, നിന്ന സഹിച്ചുകൊണ്ട്, വെറുപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിന്ന ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു, പക്ഷെ താങ്കളുടെ കുടുംബത്തെ കണ്ട് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ഭാര്യ എറിക്ക, താങ്കളുടെ 2 കൊച്ചു കുഞ്ഞുങ്ങൾ, എന്തൊരു ഫാമിലി ലൈഫാണ് നിങ്ങളുടേത്, എന്തൊരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ ആണ് നിങ്ങളുടേത്. വെള്ളിയാഴ്ച വൈകിട്ട് ഫോൺ ഓഫ് ചെയ്താൽ ഞായറാഴ്ച അത് ആരാധനയുടെ മധ്യത്തിൽ മാത്രമേ, അത് കഴിഞ്ഞ് മാത്രമേ അത് ഓണാവുകയുള്ളൂ. ഒരു ഫോണും ഒരു ടിവിയും ഒരു ഇന്റർനെറ്റും ഈ മനുഷ്യന്റെ വീട്ടിൽ പ്രവർത്തിച്ചിരുന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ശബത്ത് ആചരിക്കേണ്ടതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യ അത് ഏറ്റെടുക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ അതിൽ വളരണം. ആരുണ്ട്? ഏത് ചെറുപ്പക്കാരനുണ്ട് ഈ ലോകത്ത്? പ്രൂവ് മീ റോങ്. എന്താ സംഭവിച്ചത്? ജനറേഷൻ ഇസഡ് ഓർ ജനറേഷൻ സി വെസ്റ്റില് അത് പറഞ്ഞവനെ അസാസിനേറ്റ് ചെയ്തു. ജനറേഷൻ സി ഈസ്റ്റില് ഇവിടെ ഒരു രാജ്യത്തിന്റെ തന്നെ മറിച്ചിട്ട് അവിടുത്തെ പ്രായമുള്ളവരെയൊക്കെ കൊന്നു തള്ളുകയോ മൃഗീയമായി ഉപദ്രവിക്കുകയോ ചെയ്തു. ആ കൂട്ടം ചെയ്തത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ആട്ടെ, അഴിമതി ചെയ്യുന്ന ഭരണാധികാരികൾ മാറിപ്പോകണം, പക്ഷെ അവരെന്താ ചെയ്തെന്നറിയോ? അവരവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിന് തീയിട്ടു. ഒരു കോടിക്കണക്കിന് രൂപയുടെ സംവിധാനമുള്ള, വിദേശത്തു നിന്നൊക്കെ ആരെങ്കിലും വന്നാൽ അതിഥികളായി താമസിക്കേണ്ട വളരെ ദരിദ്രമായ രാജ്യത്തിലെ വലിയൊരു ഹോട്ടൽ അവർ മുഴുവനായി തീയിട്ട് നശിപ്പിച്ചു. കാര്യം എന്നറിയാമോ? അതിനുള്ളിലെ റൂമുകളിൽ നിന്ന് അവരുടെ ഭരണാധികാരികൾ സ്വർണവർണ്ണത്തിലുള്ള കട്ടിലിലും വിഭവങ്ങൾ നിറഞ്ഞ മേശയിലും ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ട പോസ്റ്റുകൾ അവരെ ചൊടിപ്പിച്ചു. അവർ കണ്ടത് മുഴുവൻ ഈ അത്യാഡംബര ഹോട്ടലിൽ അവർ ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോൾ വളരെ മതിച്ചു കൊഴുക്കുന്ന നേതാക്കളെയാണ്. ആ കുട്ടികളുടെ പ്രശ്നം. അതിനുള്ളിൽ നേതാക്കൾ ആനന്ദിച്ചെങ്കിൽ അവരെ മാറ്റിക്കളയുക. പക്ഷെ അവർ ചെയ്തത് എന്താണ്? ആ ഹോട്ടലിന് തീയിട്ടു. വാൻഡലിസം എന്ന് പറയും. നമ്മുടെ ഈ തലമുറയ്ക്ക് അറിവിലേക്ക് വളരാനിരിക്കുന്നതേ ഉള്ളൂ. അവർ ചെയ്യുന്നത് തെറ്റെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഇന്ന് അവർക്ക് ലഭിക്കേണ്ട മർമ്മത്തെ, പോസിറ്റീവ് എനർജിയെ കൊടുത്തില്ലെങ്കിൽ നമ്മളെ മറിച്ചു കളയുന്നവരായി, ലോകത്തെ തകർത്ത് കളയുന്നവരായി അവർ മാറാം. ഹല്ലേലൂയ. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് ഒത്തിരി പറഞ്ഞു നിർത്തി. എനിക്ക് സങ്കടം തോന്നിയത്, കേരളത്തില് ഇദ്ദേഹത്തെ ഒന്നും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കാം. ഞാൻ 2-3 ദിവസങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞു പറഞ്ഞു, എന്റെ ഭർത്താവ് 31-ാം വയസ്സിൽ മരിക്കുമ്പോൾ വലിയൊരു ക്രൈസ്തവ സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള മുന്നണി പോരാളിയായി. അത് തകർന്നു പോകുകയല്ല, ഞാനത് മുന്നോട്ട് കൊണ്ടുപോകും.
എന്ത് വില കൊടുത്ത് ഞാൻ അത് നയിക്കുമെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നെ ദുഃഖിപ്പിച്ചത് പോയി കാണാം. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളിൽ പിടിക്കരുത്, ചിലതിന്റെയൊക്കെ മറുപടിയാണ്. ട്രംപിന്റെ കൂടെ നിന്നതുകൊണ്ട് ട്രംപിസത്തിന്റെ ആളാണെന്നും ഇന്നത് ചെയ്തുകൊണ്ട് ഇന്നതാണെന്നും ഇന്ത്യ അദ്ദേഹം വെറുത്തിട്ടുണ്ടെന്നും എതിർത്തിട്ടുണ്ടെന്നും പറയുന്നവർ പോയി മുഴുവനായി ഒന്ന് കേൾക്ക എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന്. ഈ 31-ാം വയസ്സിൽ ഫ്രീഡം എന്ന് നെഞ്ചത്തെഴുതി കഴുത്തിൽ വെടിയുണ്ടയേറ്റ് രക്തം മുഴുവൻ വാർന്നുപോയി മരിച്ച അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഹീസ് എ ഫാസിസ്റ്റ്. അവനൊരു വർഗീയവാദിയാണ്. അവൻ ദൈവത്തിന്റെ ഒരു സാക്ഷിയല്ല. ഹീസ് നോട്ട് എ വിറ്റ്നസ് ഓഫ് ഗോഡ്. അവന്റെ പബ്ലിക് അപ്പിയറൻസ് ഹ്യൂമാനിറ്റിയെ കാര്യമാക്കുന്നില്ല. അവൻ ക്രിസ്ത്യൻ ബിലീഫ് ഉണ്ടായിരുന്ന വ്യക്തിയല്ലായിരുന്നു. അവൻ പറഞ്ഞു, ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നു. ക്രിസ്തുവാണ് എന്റെ കോറ്. എന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. എന്റെ ഫെയ്ത്തിലാണ് ഞാൻ അറിയപ്പെടേണ്ടത്. അവനെ കുറിച്ച് പറയുക, അവനൊരു ഫാസിസ്റ്റ് ആണ്. അവനെ കുറിച്ച് പറയുക. എഡ്യൂക്കേഷനെ കുറിച്ച് ആ മനുഷ്യൻ പറഞ്ഞ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുക. എഡ്യൂക്കേഷൻ ഷുഡ് ഫോക്കസ് ഓൺ ടീച്ചിങ് സ്റ്റുഡൻസ് ഹൗ ടു തിങ്ക്, നോട്ട് വാട്ട് ടു തിങ്ക്. അവൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്കാണ്, എഡ്യൂക്കേഷൻ ഷുഡ് ഫോക്കസ് ഓൺ ടീച്ചിങ് സ്റ്റുഡൻസ് ഹൗ ടു തിങ്ക്. എങ്ങനെയാ ചിന്തിക്കേണ്ടതെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഏത് വഴി ചിന്തിക്കണമെന്ന് പഠിപ്പിക്കണം. ഏതിലൂടെ ആരംഭിച്ച് ചിന്തിക്കണമെന്ന് പഠിപ്പിക്കണം. സെപ്റ്റംബർ 9 അവൻ വെടിയേറ്റ് മരിക്കുമ്പോൾ അവന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 1.7 മില്യൺ ആയിരുന്നു. ഞാൻ സത്യമായി പറയട്ടെ, സെപ്റ്റംബർ 10 മുമ്പ് എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല. ഒരു പ്രാവശ്യം പോലും ഈ പേര് ഞാൻ കേട്ടിട്ടില്ല. ഒരു പ്രാവശ്യം പോലും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെ ഞാൻ വായിച്ചിട്ടില്ല. സെപ്റ്റംബർ 10 മുതൽ ഞാൻ തന്നെ 1000 പ്രാവശ്യം അവരെ വായിച്ചു. അതിന്റെ പ്രതിഫലനം ഞാൻ കണ്ടു. സെപ്റ്റംബർ 12, 2025 കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ, അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. 1.7 മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധിച്ചിരുന്ന അവന്റെ പേജില് 10 മില്യൺ ആൾക്കാരാണ് ഇന്ന് ഇന്ററാക്ട് ചെയ്യുന്നത്. 8.3 മില്യൺ ആഡഡ് ആസ് മിഷണറി ടു ദ മാസസ്. അവന് ഒരു ക്യാമ്പസിനകത്തെ മിഷണറി ആയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ മിഷണറി ആയിട്ട് അവനെ ഉയർത്താൻ കഴിയും. അവന്റെ മരണത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു, അത് ശരിയാണ്. ആരോടും മിണ്ടാൻ കഴിയാത്ത, വീടിൽ ഒതുങ്ങിക്കൂടിയ, അവനൊരു സ്കോളർഷിപ്പ് ലഭിച്ചപ്പോൾ പേപ്പറിൽ എഴുതി വായിക്കേണ്ടി വന്ന ടെയ്ലർ റോബിൻസൺ ആണ് അവനെ വെടിവെച്ചു വന്നത്. ആ കൊച്ചന്റെ പ്രായം ജനറേഷൻ സി 22 വയസ്സ്. 22 വയസ്സുള്ള ഒരു കൊച്ചനാണ് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഉന്നം തെറ്റാതെ ഒറ്റ വെടിക്ക് ഇവന്റെ കഴുത്ത് മുറിച്ചത്. അവനൊരു സ്കോളർഷിപ്പ് കിട്ടിയ കാര്യം ക്യാമറയെ നോക്കി പറഞ്ഞപ്പോൾ എഴുതി കൊടുക്കേണ്ടി വന്നു. അവൻ ആ പേപ്പർ നോക്കി വായിക്കുക. എനിക്ക് $32,000 എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നേരിടാൻ കെൽപ്പില്ലാത്ത ഒരുത്തൻ, സകല മനുഷ്യരെയും നേരിടുന്ന ഒരുത്തനെ കണ്ടപ്പോൾ പല കാരണങ്ങളുണ്ടാവാം. ആ ചെറുക്കൻ തോക്കെടുത്തു, അവൻ വെടിവെച്ചു. ഒരു വാചകം ഇങ്ങനെ എഴുതിയത് ഞാൻ വായിച്ചു, ലെറ്റ് ദ ഫൂൾ ബി എ ഫൂൾ. സത്യം തിരിച്ചറിയാത്ത അബദ്ധജടിലമായ വാദങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പരത്തുന്നവരെ, ലെറ്റ് ദ ഫൂൾ ബി എ ഫൂൾ. സ്റ്റോപ്പ് ട്രൈങ് ടു ജസ്റ്റിഫൈ യുവർസെൽഫ് ടു പീപ്പിൾ ഹു ഡോണ്ട് എവർ കെയർ. നെവർ ട്രൈ ടു ജസ്റ്റിഫൈ. പക്ഷെ അത് യേശുവിന്റെ നിയമത്തിന് വിരുദ്ധമാണ്. ചാർലി ക്രിക്കിന് പകരം അതുപോലെ മരിക്കാൻ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് വായിച്ച മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യമാണ്. ഞാൻ വചനത്തിൽ അവസാനിപ്പിക്കട്ടെ. വചനം തുറക്കുക, മത്തായി 5:11 വരിക. എല്ലാവരും തുറന്നു പിടിക്കുക വചനം. പഴിക്കുക, ഉപദ്രവിക്കുക, എല്ലാ തിന്മയും കളവായി പറയുക. When people insult you, when people mock you, when people persecute you and lie about you, ഇതിനെ കുറിച്ച് ഇനി കള്ളം പറയും. ഞാൻ കണ്ട എന്നാന്നറിയാവോ, ഇവൻ മരിച്ചു കഴിഞ്ഞ് ഇവന്റെ സ്വത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുക. അവന് സ്വത്ത് എത്ര ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ച നടത്തുക. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും അവരുടെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം. ഞാൻ അതുകൊണ്ട് അത് പേര് പറയുന്നു, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്. ഇവൻ വളഞ്ഞ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന് ബിറ്റ് കോയിനിൽ പണമുണ്ട്. എന്തുകൊണ്ടാ? ഈ നന്മയുടെ ഓർമ്മയെ തല്ലിക്കെടുത്താൽ ഇനി ആൻസർ പറയാൻ അവനില്ല, പ്രൂവ് മീ റോങ് എന്ന് പറയാൻ അവനില്ല. അവന്റെ പേരിൽ കള്ളക്കഥകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലോകം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഞെട്ടിപ്പോകണം ഇത് കേൾക്കുമ്പോൾ. മരിച്ചത് 10-ാം തീയതിയാണ്.
ഈ ലോകത്തിന്റെ ചെകുത്താൻ കൂട്ടുകെട്ട് എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അവൻ മരിച്ചത് സെപ്റ്റംബർ 10-ന്. സെപ്റ്റംബർ 9-ന് ആമസോൺ ബുക്ക് ലിസ്റ്റില് അദ്ദേഹത്തിന്റെ പേര് വെച്ചൊരു ബുക്കിന്റെ പുറംചട്ട കൊടുത്തു. ഞാൻ പറയട്ടെ, വെടികൊണ്ട് മരിക്കുന്നതെന്നാ. സെപ്റ്റംബർ 10 നിങ്ങൾ ഇത് പോയി പരിശോധിക്കാം. ഞാൻ ഈ പറയുന്നത് സെപ്റ്റംബർ 9-ന് ആമസോണിൽ റിലീസ് ചെയ്തു. ആരും ശ്രദ്ധിച്ചില്ല അന്ന്. എന്താ ബുക്കിന്റെ പേരെന്നറിയാമോ? ദി ഷൂട്ടിംഗ് ഓഫ് ചാർലി കിർക്ക്. എഴുതിയ ആളിന്റെ പേര് അനസ്തേഷ്യ ജെ കെയ്സി. ഉറക്കെ ഞാൻ പറയാം, അനസ്തേഷ്യ ജെ കെയ്സി എന്ന് പറയുന്ന ആള് സെപ്റ്റംബർ 9-ന് ആമസോൺ ബുക്കിനകത്തിട്ടു ദ ഷൂട്ടിംഗ് ഓഫ് ചാർലി കിർക്ക്. വെടികൊണ്ടെന്ന്. ഈ ലോകത്തിന്റെ ചെകുത്താൻ സൈന്യം ഒരാളല്ല, ഒരു 22 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മനോവിഭ്രമമല്ല അവനെ കൊന്നത്. ഈ ഫാസിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ കൂട്ടം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തെ തകർക്കാമോ എന്ന് നോക്കിക്കൊണ്ട് നിലകൊള്ളുമ്പോൾ വാക്യത്തിലേക്ക് വരികയാണ്. When world persecute you, when lie about you. ബാക്കി വായിക്കട്ടെ ഞാൻ. Rejoice and be glad. ലിവിംഗ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് be happy about it, be very glad. ലിവിംഗ് ബൈബിൾ എഴുതിയിരിക്കുക be happy about it, be very glad. ഈ വാക്യം മുഴുവൻ ബ്ലെസ്ഡ് എന്ന വാക്യത്തിലാണ് എഴുതിയത്. നിങ്ങൾ അറിയണം, ബ്ലെസ്ഡ് എന്ന് പറഞ്ഞ ഈ 5-ാം അധ്യായത്തിലെല്ലാം എഴുതുന്നത്. ബ്ലെസ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മോറലി കറേജിയസ് ആൻഡ് സ്പിരിച്വലി alive in life, joy in God's goodness. ചാർലി കിർക്ക് വാസ് ദാറ്റ്. ഒരു നല്ല കുടുംബമുള്ള, സ്നേഹിക്കുന്ന ഭാര്യയുള്ള, ഒറ്റ പങ്കാളിയെ വെച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് വ്യഭിചാരമുണ്ടെങ്കിൽ തെളിയിക്കെന്ന് പറഞ്ഞ, ഞാൻ തെറ്റാണെങ്കിൽ തെളിയിക്കെന്ന് പറഞ്ഞ മനുഷ്യൻ. he was morally courageous and spiritually alive in life's joy. That's why I call him blessed. എന്താ വചനം നിൽക്കുന്നത്? നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അങ്ങനെ തന്നെ ഉപകരിച്ചുവല്ലോ. For Charlie Kirk, the ancient prophets were also persecuted in the same way. യാക്കോബ് മുതല് തലയിലെ കഴുത്തിലെ രക്തക്കുഴല് പൊട്ടി യേശുവിന് വേണ്ടി മരിച്ചതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സിമിലി ശ്രദ്ധിക്കണം. ആദ്യത്തെ ബിഷപ്പായിരുന്ന യാക്കോബ് ശിരച്ഛേദം ചെറ്റപ്പെട്ടാ മരിച്ചത്. സത്യത്തിൽ ഈ മനുഷ്യനും ശിരച്ഛേദം ചെയ്യാന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ കഴുത്തിലെ പൊട്ടിക്കുക. ഇങ്ങനെ പറയുന്നു, the ancient prophets were persecuted in the same way. വോക്കിസത്തിനെതിരെ നിന്ന, ക്യാമ്പസുകളിലെ കുഞ്ഞുങ്ങൾ ദൈവമുള്ളവരാകണമെന്ന് ആഗ്രഹിച്ച, നിരന്തരമായി മണിക്കൂറുകൾ അവരോട് ദൈവവചനം പ്രസംഗിച്ച, ഫ്രീഡം എന്ന് നെഞ്ചത്തെഴുതി ഇന്ന് വരെ ഒരാൾക്കും ചാർലി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും ദ്രോഹിച്ചെന്ന് പറയാനാകാത്ത ഒരാൾ ഒറ്റ വെടിയുണ്ട കൊണ്ട് മരിച്ചു വീണെങ്കിൽ ഞാൻ പറയും, അനേക ചാർലി കിർക്കുമാര് സത്യസുവിശേഷത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത് കാണാൻ പോകുന്ന നാളുകൾക്കായി കാത്തിരിക്കുക. ഇപ്പോൾ പിതാവായ ദൈവത്തിനും